BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ച കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ ഉത്തരവിറക്കി. അറഫ ദിനവും പെരുന്നാൾ ദിനവും തുടർന്നുള്ള 2 ദിവസങ്ങളിലായിരിക്കും അവധിയുണ്ടാവുക. ഇതനുസരിച്ച് ജൂൺ 15 മുതൽ 18 വരെയായിരിക്കും മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ടാവുകയെന്നും സർക്കുലറിൽ വ്യക്തമാക്കി. ചരിത്രമുറങ്ങുന്ന മനാമ സൂക്കിന് പുതിയ മുഖം നൽകാനുള്ള ആലോചനകൾ സജീവമായി. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരമ്പരാഗത സൂക്കിന്റെ മുഖം മിനുക്കാനുള്ള പദ്ധതികൾ നടക്കുക. ബാബ് അൽ ബഹ്റൈനിലെ പരമ്പരാഗത കടകളും മറ്റ് അവയുടെ പഴമ നിലനിർത്തിക്കൊണ്ടുതന്നെ ബലപ്പെടുത്താനും സംരക്ഷിക്കാനും പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് ചെയർമാൻ സാലിഹ് തറാദ പറയുന്നു. ബാബ് അൽ ബഹ്റൈനിലെ കെട്ടിടങ്ങളുടെ 2ാം നിലയ്ക്ക് കഫേകളും റെസ്റ്റോറന്റുകളും മാറ്റുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. താഴത്തെ നിലകൾ ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കുന്ന മറ്റ് ബിസിനസ്സുകൾക്കായി മാറ്റിവെക്കും. മെച്ചപ്പെടുത്തിയ കെട്ടിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ അടയാളങ്ങളും മറ്റും സ്ഥാപിക്കും. QR കോഡുകൾ, URL ലിങ്കുകൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ വഴി ഓരോ ഷോപ്പിന്റെയും വിശദാംശങ്ങളുള്ള വെർച്വൽ കാഴ്ച വിനോദസഞ്ചാരികൾക്കും ഉപഭോക്താക്കൾക്കും നൽകാനും പദ്ധതിയുണ്ട്. മാത്രമല്ല, ഓരോ ഷോപ്പിനും നമ്പർ നൽകും. ഇങ്ങനെ വന്നാൽ നമ്പർ നോക്കി ഷോപ്പുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ക്രൂയിസ് ഷിപ്പുകളിലും മറ്റുമെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഷോപ്പിങ്ങിന് അധിക സമയം ചെലവഴിക്കാനുണ്ടാകില്ല. അവർക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് നടത്തി തിരികെ പോകാൻ നമ്പർ സംവിധാനം സഹായിക്കും. വികസനം വരുമ്പോൾ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നത് സംബന്ധിച്ച തീരുമാനമായിട്ടില്ല. പുതിയ പദ്ധതികളും ബജറ്റുകളും ചർച്ച ചെയ്യാൻ സൂക്ക് കമ്മിറ്റി അടുത്ത മാസം യോഗം ചേരുന്നുണ്ട്. എയർ കണ്ടീഷണറുകൾ പ്രവർത്തിപ്പിക്കാനും സൂക്കിന് വെളിച്ചം പകരാനുതകുന്ന രീതിയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനും ആലോചനയിലുണ്ട്. സൂക്കിനെ വാഹനമുക്തമാക്കുമെന്ന നിർദ്ദേശം MPമാർ മുന്നോട്ട് വച്ചിരുന്നു. സൈക്കിളുകൾ, ടൂക്ക്-ടക്സ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സൗഹൃദ ഓട്ടോറിക്ഷകൾ എന്നിവയ്ക്കുള്ള ഗതാഗത സൗകര്യമുണ്ടാകും. മാർക്കറ്റിന്റെ പുരാതന ഭാഗം കാൽനടക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. ലോക പൈതൃക കേന്ദ്രമെന്ന നിലയിൽ പനാമയുടെ പരമ്പരാഗത തനിമ നിലനിർത്തിക്കൊണ്ടായിരിക്കും വികസന പദ്ധതികൾ. മൊഹറക് സൂക്ക് നവീകരണ പ്രവൃത്തികൾ മൂലം കച്ചവടം കുറഞ്ഞ വ്യാപാരികൾക്ക് സഹായം ലഭിക്കാൻ സാധ്യത. മുനിസിപ്പാലിറ്റിയിൽ കുടിശ്ശികയുള്ള വ്യാപാരികൾക്ക് ആ തുക ഇളവ് ചെയ്തു കൊടുക്കാനാണ് മൊഹറക് മുനിസിപ്പൽ കൗൺസിലിന്റെ തീരുമാനം. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ കച്ചവടം വളരെ കുറവാണെന്നും സഹായം വേണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരികൾ നിവേദനം നൽകിയിരുന്നു. കൗൺസിലർ അബ്ദുൽ അസീസ് അൽനാർ ഈ വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് കൗൺസിൽ ചെയർമാൻ ഇത് കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വെച്ചു. കൗൺസിൽ ഏകകണ്ഠമായാണ് ഇളവ് നൽകാൻ തീരുമാനമുണ്ടായത്. 1 ലക്ഷത്തിലധികം ദിനാർ ചെലവിട്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ സൂക്കിന്റെ മുഖം മാറുകയും വ്യാപാരം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. പക്ഷേ അതുവരെ കനത്ത വ്യാപാര നഷ്ടമാണ് തങ്ങൾക്ക് സഹിക്കേണ്ടി വരികയെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. സൂക്ക് നവീകരണത്തിൽ വലിയ കാർ പാർക്കുകളും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 4,07,287 ദിനാർ ചെലവിൽ പുതിയ നടപ്പാതകൾ ഉൾപ്പെടെ നിർമ്മിക്കും. മൊത്തത്തിൽ 5,97,120 ദിനാറാണ് സൗന്ദര്യവൽക്കരണത്തിനും പച്ചപ്പ് പിടിപ്പിക്കുന്നതിനുമായി വകയിരുത്തിയത്. വാട്ടർ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 12,850 ദിനാറും പുതിയ ലൈറ്റിംഗ് സംവിധാനങ്ങൾക്കായി 20,280 ദിനാറും നീക്കിവെച്ചു. ഷെയ്ഖ് ഹമദ് അവന്യൂവിൽ 620 മീറ്റർ നീളത്തിലാണ് നവീകരണം നടക്കുന്നത്. പദ്ധതി ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസുമായി സഹകരിച്ച് വർക്ക്സ് മന്ത്രാലയമാണ് നടപ്പാക്കുന്നത്. സെപ്റ്റംബറിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ ജനറൽ ബോഡി യോഗം സഗയ KCA മദർ തെരേസ ഹാളിൽ നടന്നു. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അവലോകനം നടത്തുകയും ഭാവി പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. തുടർന്ന് 2024-26 വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഡോക്ടർ PV ചെറിയാൻ, ഗഗൻ തൃക്കരിപ്പൂർ, KT സലീം, റോജി ജോൺ, ജിബിൻ ജോയ്, സാബു അഗസ്റ്റിൻ, രേഷ്മ ഗിരീഷ്, സുരേഷ് പുത്തൻവിളയിൽ, രമ്യ ഗിരീഷ്, സിജോ ജോസ്, ധന്യ വിനയൻ, നിതിൻ ശ്രീനിവാസ്, സുനിൽ മനവളപ്പിൽ, സലീന റാഫി, വിനീത വിജയൻ, അശ്വിൻ രവീന്ദ്രൻ, മിഥുൻ മുരളി, ഫിലിപ്പ് വർഗീസ്, രാജേഷ് പന്മന, അനീസ് പള്ളം, ഗിരീഷ് KV, ഗിരീഷ് പിള്ള, സെന്തിൽ കുമാർ, സഹ്ല ഫാത്തിമ, ശ്രീജ ശ്രീധരൻ, പ്രവീഷ് പ്രസന്നൻ, അബ്ദുൾ സലാം, സുജേഷ് എണ്ണക്കാട്, ഗിരീഷ് TJ, ഷിബു ചെറുതുരുത്തി, പ്രസാദ് കൃഷ്ണൻ എന്നിവരാണ് ഭാരവാഹികൾ.
ഓൾ ഇന്ത്യ സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് പരീക്ഷ 12ാം ഗ്രേഡിൽ ബഹ്റൈനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ഒന്നാമതെത്തിയ റിഷാൽ മുഹമ്മദിനെ റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റൈൻ അഭിനന്ദിച്ചു. മുഹമ്മദ് കുട്ടി ഹാജിയുടെ മകനാണ് റിഷാൽ. JEA പരീക്ഷയിൽ GCSEയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന അപൂർവം നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് മുഹമ്മദ് റിഷാൽ. റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റൈൻ നാഷണൽ അനലൈസിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ ICF നാഷണൽ പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി ഉപഹാരങ്ങൾ നൽകി. മുനീർ സഖാഫി, സിയാദ് ഹംസ പുളിക്കൽ, RSA ഗ്ലോബൽ സെക്രട്ടറി ഹബീബ് മാട്ടൂൽ, മൊയ്തീൻ ഇരിങ്ങല്ലൂർ, ഷംസുദ്ദീൻ സഖാഫി, ഷഫീഖ് കണ്ണപുരം, മുജീബ് തുവക്കാട്, അഷ്റഫ് മഗര, ഷഹാബുദ്ദീൻ മുസ്ലിയാർ പരപ്പ എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് നല്ലളം സ്വദേശി വൈലശ്ശേരി അബ്ദുൾ ജലീൽ ഹൃദയസ്തംഭനം മൂലം നിര്യാതനായി. ഭാര്യ ഷഹർബാനു, 3 മക്കളുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനടക്കമുള്ള നടപടിക്രമങ്ങൾ ബഹ്റൈൻ KMCC മയ്യത്ത് പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ കുട്ടിയെ രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. മാലിക്കിയിലെ ഇരുനില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് 8 വയസ്സുകാരൻ 1ാം നിലയുടെ പാരപ്പെറ്റിലേക്ക് വീണത്. സിവിൽ ഡിഫൻസ് വിഭാഗം സംഭവ സ്ഥലത്തെത്തി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ചുവടുറപ്പിക്കാൻ അന്തർ സംസ്ഥാന ലോട്ടറി മാഫിയയുടെ നീക്കം. ഇതിനായി വൻ വാഗ്ദാനങ്ങളുമായി സിക്കിം സർക്കാർ കേരളത്തെ സമീപിച്ചു. ലോട്ടറി വിൽപ്പനയ്ക്ക് അനുമതി നൽകിയാൽ ലാഭവിഹിതത്തിന്റെ പകുതിയാണ് സിക്കിം വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇത് കേരളം തള്ളി. സിക്കിമിന്റെ ആവശ്യം നിരാകരിച്ച കേരളം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് അന്തർ സംസ്ഥാന ലോട്ടറി നിരോധിക്കപ്പെട്ടത്. അക്കാലത്ത് തന്നെ ലോട്ടറി തട്ടിപ്പ് അന്വേഷണം CBIക്ക് വിടുകയും ചെയ്തിരുന്നു. പഴയ നികുതി ഘടന മാറി GST ആയതോടെ ഫെഡറൽ നിയമപ്രകാരം ലോട്ടറി വിൽപ്പനയ്ക്ക് അനുമതി നൽകണമെന്നാണ് സിക്കിം സർക്കാരിന്റെ ആവശ്യം. ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട 32 കേസുകൾ നിലവിൽ CBI അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ ചിലതിൽ കുറ്റപത്രം സമർപ്പിച്ചു, മറ്റു ചിലതിൽ അന്വേഷണം തുടരുകയാണ്. ദക്ഷിണ റെയിൽവേ പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പർ പുനഃക്രമീകരിക്കുന്നു. റെയിൽവേ ബോർഡ് നിർദ്ദേശപ്രകാരമാണ് 288 പാസഞ്ചർ ട്രെയിനുകളിൽ കോവിഡിന് മുൻപുള്ള നമ്പർ പുനഃസ്ഥാപിക്കുന്നത്. കോവിഡിന് ശേഷം പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പർ 0-ലാണ് ആരംഭിച്ചത്. പുനഃക്രമീകരണ പ്രകാരം 5, 6, 7 നമ്പറുകളിലാണ് ആരംഭിക്കുക. ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരും. സ്റ്റിയറിംഗിൽ നായയെ ഇരുത്തി കാർ ഓടിച്ച പള്ളി വികാരിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. കൊല്ലം പേരയം മിനി ഭവനിൽ പടനിലം കത്തോലിക്ക പള്ളി വികാരി ഫാദർ ബൈജു വിൻസെന്റിനെതിരെയാണ് ആലപ്പുഴ RTO എൻഫോഴ്സ്മെന്റ് കേസെടുത്തത്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. ഇതു സംബന്ധിച്ച കാരണം കാണിക്കാൻ തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് RTO R രമണൻ മുൻപാകെ ഹാജരായി. ഈ മാസം 6 വൈകിട്ട് 5-നായിരുന്നു സംഭവം. KL2 AS 3460 നമ്പറിലുള്ള കാറിന്റെ സ്റ്റിയറിംഗിൽ വളർത്തുനായെ വെച്ച് അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ചിത്രം സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഡ്രൈവറെ കണ്ടെത്തിയത്. വാളയാർ പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത ദലിത് പെൺകുട്ടിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടികളുടെ മാതാവിന്റെ നിവേദനവും കൂടി പരിഗണിച്ച് വേണം പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാനെന്ന് ഹൈക്കോടതി. ഈ ആവശ്യം ഉന്നയിച്ച് മാതാവ് ഫയൽ ചെയ്ത ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ നിർദ്ദേശം. അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കണമെന്നാണ് ആവശ്യം. 13 വയസ്സുള്ള കുട്ടിയെ 2014 ജനുവരി 13-നും 9 വയസ്സുള്ള കുട്ടിയെ 2014 മാർച്ച് 4-നും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടു. ഇത് റദ്ദാക്കിയ ഹൈക്കോടതി പുനർവിചാരണ നടത്താനും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടാൽ തുടരന്വേഷണം അനുവദിക്കാനും പോക്സോ കോടതിക്ക് നിർദ്ദേശവും നൽകി. പിന്നീട് പെൺകുട്ടികളുടെ അമ്മ നൽകിയ ഹർജിയിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം CBI അന്വേഷണം തുടരുകയാണ്. മറാത്ത് പാടയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിയും മിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ 12 വരെ ശക്തമായ മഴയ്ക്കും ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വാഴ്ച 2 ഓറഞ്ച് അലേർട്ടും 5 മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലേർട്ടിൽപ്പെട്ട കണ്ണൂരും കാസർഗോഡും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം.
കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.